ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രീസ് ആർട്ട് ലൈഫിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. കാരണം ഒട്ടും സമയമുണ്ടല്ല, ജോലി കഴിഞ്ഞിട്ടുമ്പോഴും രാത്രി പിന്നെ അതിൻ്റെ ഓഫ് ഡേയ്സൊക്കെ കണക്ക് തന്നെയായിരുന്നു. അപ്പം ആ ബിസി ഷെഡ്യൂൾ കാരണം കൊണ്ട് എനിക്ക് ഡയറക്റ്റിൽ ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം പറ്റിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ സമയത്ത് വരാനുള്ള മടിയും കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പം നമ്മളുടെ ചെടികളുടെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ ഇവിടെ ഒരു റംബൂട്ടാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു നഴ്സറിയിൽ നിന്ന് കിട്ടിയിരുന്നു. ഇവിടെ നഴ്സറിക്കാരൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അപ്പോൾ ആ റംബൂട്ടാൻ പോയി. അപ്പോൾ ആ ഇടത്തിലും ഇപ്പോൾ ഒരു 1.5 മാസത്തോളമായി ഞാനത് നട്ടിട്ട്. ഒരു പേരയ്ക്ക നട്ടാണ്. നല്ല ഉഷാറായി പോകുന്നുണ്ട്. ഇപ്പോഴത്തെ സമ്മർ തുടങ്ങിയിട്ടുണ്ട്, അതിലൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട്. അടിയിൽ കുറച്ച് ഉണക്ക ചുള്ളി കൊണ്ടിട്ടാണ്. പിന്നെ ഒരു കറിവേപ്പിലയുടെ തൈ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നു. വേറെ കറിവേപ്പിലയുണ്ട്, അത് പക്ഷേ ഇപ്പോഴും വലിയ വളർച്ചയൊന്നുമില്ല. ഇത് പക്ഷെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം കൊണ്ട് നല്ലോണം തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അടിയിൽ കാണുമ്പോഴും മധുരപ്പുള്ളിയുടെ വിത്തുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അതൊക്കെ മുളച്ച് അതും നല്ലോണം വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് മുമ്പ് മാറ്റി പിടിക്കണം. അപ്പോൾ ഇതിൽ ഏതൊരു മുളകിൻ്റെ തൈയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കറിവേപ്പിലയുടെ വിശേഷം. പിന്നെ ഒരു ഓൾ സീസൺ തായ്ലൻഡിൻ്റെ മാവ് നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്താ അറിയില്ല, അതിൻ്റെ കൊമ്പൊക്കെ ഉണങ്ങിപ്പോയി. അപ്പോൾ അടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന കൊമ്പുകൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കണ്ടില്ലേ, ഇതൊക്കെ അതിൻ്റെ തണ്ട് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പൂവില്ലെന്ന് അറിയില്ല. പിന്നെ അടിയിൽ വേറെ കുറച്ച് മത്തങ്ങി അങ്ങനത്തെ എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ വിത്തുകൾ കിട്ടിയെന്നൊക്കെ കൊണ്ടിട്ടേക്കുന്നതാണ്. അടിയിലൊരു തണുപ്പ് നിൽക്കുകയാണെങ്കിൽ ചൂടിൽ വെള്ളം ഇങ്ങനെ വറ്റി പോകുന്നത് തടയാൻ, വെയിൽ തടയാൻ വേണ്ടിയിട്ടാണ് ചെയ്തു വെച്ചത്. പിന്നെ ഇത് സപ്പോട്ടയുടെ അത് അതേപോലെ നിൽക്കുന്നുണ്ട്, യാതൊരു വ്യത്യാസം ഉണ്ടായില്ല. അതിലുണ്ടായിരുന്ന കായ ഉണ്ടായിരുന്നു, ആ കായ പൊട്ടിച്ചെടുത്തിരുന്നു. പിന്നെ ഇതൊക്കെ ഇത് നമ്മുടെ ചാമ്പയുടെ തൈയാണ്. ചാമ്പയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ അടിയിലും പയറൊക്കെ നട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൽ കുറച്ച് അടിയിൽ കുറച്ച് കട്ടിയിൽ വരികയാണെങ്കിൽ വെയിലൊക്കെ ഒന്ന് തടയൊക്കെ ഉണ്ടാവുമല്ലോ, അത് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെയായിരുന്നു നമ്മളുടെ കുംകാറ്റ് അഥവാ ഇസ്രായേൽ ഓറഞ്ച് നട്ടുന്ന സ്ഥലം. ഇസ്രായേൽ ഓറഞ്ചൊക്കെ പോയി. ഇതിന് ശേഷം ഞാനൊരു 2 മുരിങ്ങയുടെ കൊമ്പ് കുത്തിയിട്ടുണ്ട്. അത് പിടിച്ച ലക്ഷണമൊന്നുമില്ല. മുരിങ്ങയുടെ കൊമ്പ് കുത്തിയിട്ടുണ്ട്. ഒരെണ്ണത്തിൽ മാത്രം ചെറിയൊരു ഇതൊക്കെ കാണുന്നുണ്ട്, ഒരു കൊമ്പിൽ മാത്രം. അപ്പോൾ ഈ അടിയിൽ നിറയെ ഈ പയർ തന്നെയാണ്. അതിൽ കാണാം ഒരു പയർ ലായി ഉണ്ടല്ലേ, ഒരു പയർ നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട്. ഒരേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു പപ്പായയുടെ ഒരു ചെടി കാണാൻ പറ്റും. പപ്പായയുടെ അത് ചെറിയ ഉഷാറാണ്. പിന്നെ നമ്മളുടെ മൾബറി നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തലപ്പ് ഞാനൊന്നിങ്ങനെ ഒടിച്ച് കളഞ്ഞു ഇതിലേക്ക് ഒരു 2-3 ദിവസം മുമ്പ്. അപ്പോൾ അതിൻ്റെ മറ്റേ സബ് ബ്രാഞ്ചസ് വരികയാണെങ്കിലും ഈ അടിഭാഗത്തുനിന്നുള്ള വെയിൽ കൊള്ളെന്ന് പറയട്ടൊന്ന്. അപ്പോൾ അടിയിൽ ഞാൻ കുറച്ച് അതിൻ്റെ ഇടയിലൊക്കെ മിൻ്റൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുതിന നല്ലോണം ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഞാൻ നമ്മുടെ ഇതുണ്ട് ഇഞ്ചിപ്പുല്ലില്ലേ, എന്താണ് ലെമൺ ഗ്രാസിൻ്റെ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. 2 കട നട്ടാണ്. ഇപ്പോൾ അത് പിടിച്ചു വരുന്നുണ്ട്. ഇത് എന്തിൻ്റെ എനിക്കറിയില്ല. ഞാൻ ലുലുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് 3 സാധനം ഉണ്ടായത്. ഒന്ന് മാങ്ങ ഇഞ്ചി, ഒന്ന് നമ്മുടെ സാധാരണ ഇഞ്ചി, പിന്നെ മഞ്ഞൾ. ഇതിൻ്റെ 3ൻ്റെയും ഒരു 4-5 പീസ് കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏതിൻ്റെയാണെന്ന് അറിയില്ല, മാങ്ങ ഇഞ്ചിയാണോ മഞ്ഞളാണോന്ന് അറിയില്ല. അതൊന്ന് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ഇതുണ്ടല്ലോ പപ്പായൊക്കെ ഉള്ളത്, അതിൻ്റെ അവിടെയും കാണാൻ പറ്റും. കണ്ടില്ലേ, പപ്പായയുടെ അടിയിൽ തന്നെ കാണാം. ഇതെന്താന്ന് എനിക്കറിയില്ല, സീക്വൻസ് ഞാൻ മറന്നുപോയി നട്ടേൻ്റെ. മാങ്ങഞ്ചിയാണോ മഞ്ഞളാണോ ഒന്നറിയില്ല. പിന്നെ ഇപ്പുറത്തേൽ ഇത് ഇഞ്ചിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇല്ലേ, ഇതാണ് ഇഞ്ചിയുടെ എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ബങ്കനപ്പള്ളി മാവിൻ്റെ ഇതിൽ ഒരു കണ്ണിമാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കൊഴിഞ്ഞു പോയി. അത് മാങ്ങ വന്നിട്ടുണ്ടായിരുന്ന ഇതാണ്. അതിന് ശേഷം അതിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് വന്നാണ് കാണുന്നത്. അതിൻ്റെ അടിയിൽ മുഴുവനും നിറയെ പയറും തൈകളാണ്. പയർ ഇങ്ങനെ കയറി പിടിച്ച്
ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മൂന്ന് തുളസിയാണ്. ഇതിന് തുളസിയുടെ താഴത്താണ് ഞാനൊരു ചെറിയൊക്കെ നട്ടിരുന്നത്. ചെറിയ കാണാനില്ല, ഇതിൻ്റെ ഉള്ളിലുണ്ട് സാധനം. ഇതെല്ലാം കയറി വന്നിട്ട് ഞാൻ പിന്നെ പറിച്ച് കളയാത്തതാണ്. ഇങ്ങനെ കാട് പിടിച്ച് മരി കിടക്കും. പിന്നെ പനിക്കൂർക്കയുണ്ട് ഇതിൻ്റെ അടിയിൽ. ഇങ്ങനെ നോക്കിയാലൊന്നും കാണില്ല, പക്ഷേ ഫുള്ള് പനിക്കൂർക്ക അകത്തുണ്ട്. ഈ പയർ വന്നപ്പോൾ ഇതിന് കവറായതാണ് അല്ലേ. ഇതൊക്കെ പനിക്കൂർക്ക നിറയെ ഉണ്ട് ഉള്ളിൽ. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് മുളകും അതുമാതിരി തന്നെ വഴുതനങ്ങയൊക്കെ നട്ടിരുന്നു. വഴുതനങ്ങ ഇപ്പോൾ എങ്ങനെ ഒരു 4 കിലോ പ്ലസ് എനിക്ക് വഴുതനങ്ങ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം പൊട്ടിച്ച്. അപ്പോൾ മുളകിൽ നോക്കുകയാണെങ്കിൽ കാണാം നിറയെ മുളക്. ഞാൻ കുറച്ച് ദിവസം ഒരു 1/2 കിലോ എങ്കിലും ഞാനൊരു 2 ദിവസം മുമ്പ് പൊട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നിറയെ നല്ല എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഈ കാണുന്നത് ഒരു തുളസിയാണ്. എന്ത് തുളസി എനിക്കറിയാൻ പാടില്ല. ബേസിൽ എന്ന് പറഞ്ഞിട്ട്, തുളസിയുടെ ഇംഗ്ലീഷ് ആണ് ബേസിൽ. പക്ഷേ ഇവിടെ കടകളിലൊക്കെ വെജിറ്റബിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നൊരു ബേസിലാണ്. അങ്ങനെ അപ്പോൾ ഇതിൽ പൊട്ടിച്ചതുകൊണ്ട് കാണാനില്ല. ലോറിനെങ്കിലും ചെറിയ സൈസെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വഴുതനങ്ങ ഇല്ല. വഴുതനങ്ങ ഞാൻ ഇന്നലെ പൊട്ടിച്ചോടുകൂടി കഴിഞ്ഞതുകൊണ്ട്, പക്ഷേ എല്ലാം വരും. കാരണം നിറയെ പൂക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടോ ഒരു 2 ആഴ്ച കഴിഞ്ഞ് വന്നുമ്പോഴേക്കും ഇതൊക്കെ നിറയെ കായും. പിന്നെ ഇതിപ്പം ഒരു മാസം മുമ്പ് ഒരു ബദാമിൻ്റെ തൈ വാങ്ങിച്ച് വെച്ചാണ്. 1.5 മാസമായി. അതും കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. പിന്നെ ഒരു 2 മാസം മുമ്പ് ചെറിയ മുരിങ്ങയുടെ 2-3 തൈകൾ ഇവിടെ വെച്ചാണ്. പിന്നെ ഇവിടെ വേറൊരു പപ്പായ നട്ടാണ്, അത് പോയി. അപ്പോൾ അതിലൊക്കെ കുറച്ച് ഇവിടെയുള്ള വേറെ പയ്യൻ പറഞ്ഞു, തമിഴ് പയ്യൻ പറഞ്ഞു. അപ്പോൾ ആശാൻ കൊണ്ട് നട്ടത് എന്തൊക്കെയോ ഒരു മത്തങ്ങ കൊടുത്തത്, അത് തന്നെയാണ്. നേരത്തെ കാണിച്ച് കറിവേപ്പിലയുടെ അപ്പുറത്തുള്ള അതിനടിയിൽ കൊണ്ട് നട്ടത് അവൻ തന്നെയാണ്. പിന്നെ ഇത് ഒരു 3 മുരിങ്ങയുടെ തൈകളാണ്. അത് നല്ല ഉഷാറായിട്ട് വരുന്നത്. ഇതും മറ്റേ മുരിങ്ങയുടെ തൈകളും ഒരേ സമയത്ത് നട്ടാണെങ്കിലും പക്ഷേ ഇതിന് കൂടുതൽ വളർച്ച കിട്ടുന്നുണ്ട്. നമ്മുടെ അക്കോമഡേഷൻ്റെ വ്യൂ ആണ്. അപ്പോൾ ആൾക്കാർക്ക് ഇത് സെയിം ചെടി തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് സമ്മറാണ്. അപ്പോൾ ഈ സമ്മറിൽ എത്രത്തോളം ഇതൊക്കെ വിജയിക്കുന്ന അറിയില്ല. ഇപ്പോൾ നമ്മുടെ ഈ വെച്ച സാധനങ്ങൾ തന്നെ ഇങ്ങനെയുള്ള ചൂട് ഇപ്പം തന്നെ 35 ഡിഗ്രി 40 ഒക്കെ അടുത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. തക്കാളിയൊക്കെ അതിലുണ്ട് കാണാൻ. തക്കാളിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ എന്ത് കാണാം. ഇതൊക്കെ കഴിഞ്ഞാണ്. തക്കാളി അത്യാവശ്യം. ഇത് നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ നട്ടുന്ന പേരക്കയുടെ ഇതാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ വെയിൽ കിട്ടി തുടങ്ങി. സൂര്യൻ ഏകദേശം സ്ട്രെയിറ്റ് ആയിപ്പോൾ ചൂട് കൂടുന്നതിനനുസരിച്ച് നേരെ വരുമല്ലോ. അപ്പം ഈ ഭാഗത്ത് ഈ ബിൽഡിങ്ങിൻ്റെ ഈ മറവ് കുഴപ്പമില്ലാതെ പിന്നെ ആവശ്യത്തിനുള്ള വെയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഉഷാറായി. പിന്നെ ഇത് നമ്മളുടെ ഫസ്റ്റ് നട്ട നമ്മുടെ മുരിങ്ങയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇതിലത് പുഴുക്കളൊക്കെ വന്നിട്ട് ഇലകളൊക്കെ അടിച്ച് തന്നെയാണ്. പിന്നെ ഹൈറ്റ് പോയതാണ്. ഞാനപ്പോൾ ഇവിടെ വെച്ചൊന്ന് ഒടിച്ച് എടുത്തിരുന്നു. ഇവിടെ വെച്ച് ഒടിച്ചപ്പോൾ അത് വീണ്ടും 2 ബ്രാഞ്ചായി ഇവിടെ വന്നു. കുറച്ച് ദിവസം മുമ്പ് വീണ്ടും ഇവിടെ വെച്ചൊരു ഇവിടെ ഒന്ന് ഒടിച്ച് കൊടുക്കും, സബ് ബ്രാഞ്ചസ് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു പുഴു വന്ന് അതിൻ്റെ ഇലകൾ മുഴുവൻ തിന്നുന്നുണ്ട്. പിന്നെ ഇത് നമ്മളുടെ ഏറ്റവും ആദ്യം നട്ടേക്കണ എൻ്റെ ഇവിടുത്തെ ചെടികളിലൊരു ചെടിയായിട്ടുള്ള നമ്മുടെ ഇതാണ് ബേറാപ്പിളിൻ്റെ ചെടിയാണ്. അത് ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇതാണ് ഏറ്റവും ഫസ്റ്റ് നട്ടണ വലുത് കറിവേപ്പില. നമ്മളോട് ചോദിക്കേണ്ട ആരൊക്കെ അടിച്ച് മാറ്റി കൊണ്ടുപോയതാണ് ഈ കൊമ്പട്ട. ഈ കൊമ്പ് ഒടിച്ചെടുത്തേണ്ട ആരോ. പിന്നെ ഇത് മുളക്. ഇതൊക്കെ അടുത്ത് പക്ഷേ ഭയങ്കര എരിവുള്ള മുളകാണ്. ഇവിടെയും വഴുതനങ്ങയൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്വീറ്റ് അമറിൻ്റെ എന്നുകൊണ്ട് ആദ്യത്തൊരു ചെടി ഉണ്ടായിരുന്നില്ലേ,
അതിൻ്റെ തമിഴ് പേര് കൊടുക്കാമ്പുളി എന്നൊക്കെയാണ് കേട്ടോ. മലയാളത്തിലൊന്നും അറിയില്ല, കൊടുക്കാമ്പുളി എന്ന് തമിഴ് പേര് അതിൻ്റെ. അപ്പോൾ ആളും നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്, പക്ഷെ നല്ല മുള്ളുണ്ട്. പിന്നെ ഇത് നമ്മുടെ അത്തിയുടെ ഇതാണ്. ഇത് കണ്ടില്ലേ, ഇതിൽ അത്തി ഇപ്പം ഉണ്ടായി തുടങ്ങി. നമ്മൾ നട്ട അത്തിയിൽ അത്തിപ്പഴം ഉണ്ടായി തുടങ്ങി. ഇപ്പോൾ ഒരു 3-4 എണ്ണം നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് വഴുതനങ്ങയിൽ കാണാം, വഴുതനങ്ങ ഇവിടെ ഒരെണ്ണം ചെറുതായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വഴുതനങ്ങ കിട്ടിയതൊക്കെ ഒരു 200-300 ഗ്രാമുള്ള വലിപ്പമുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ മറ്റേ ചെടികളിൽ നിന്ന്. ഇത് രണ്ടാമത്തെ പേരാപ്പിളിൻ്റെ ഇതാണ്, നല്ല വലുതായിട്ടുണ്ട്. ഇതെന്നാണ് നല്ല വളർച്ച കൂടുതൽ മറ്റേനേക്കാളും. ഇത് നമ്മളുടെ തുളസി, പിന്നെ വീണ്ടും തക്കാളി കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ നമ്മുടെ ഏറ്റവും ഫസ്റ്റത്തെ മൾബറി, ഇതിൻ്റെയും തലപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഒടിച്ചു കൊടുത്തിരുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എൻ്റെ മുരിങ്ങയുടെ ആദ്യത്തെ ഒരു മുരിങ്ങ വാങ്ങിച്ച് ഒടിഞ്ഞിട്ട് അതിന് റീപ്ലേസ്മെൻ്റാണ് രണ്ടാമത്തെ മുരിങ്ങയുടെ തൈ കിട്ടിയത്. അത് ഞാൻ കളയാതെ വെച്ചു പറഞ്ഞില്ലേ, അതിൻ്റെ കടക്കേന്ന് ഒടിഞ്ഞത് രണ്ടായിട്ടും. പിന്നെ അത് പിടിച്ചു വന്നു. ആളാണ് ഇപ്പോൾ ഏറ്റവും പ്രതീക്ഷിക്കാത്ത പോലെ ഉഷാറായിട്ട്, വളരെ സന്തോഷം തരുന്ന കാഴ്ചയാണ്. ഇത്രയ്ക്ക് വലുതായി, അതായത് ഒരു 10-12 അടി ഹൈറ്റിന് മേലെ എൻ്റെ ഇത്. ഞാൻ ഇതിൻ്റെയും തല ഒന്ന് നുള്ളി കൊടുക്കണം ഏകദേശം ആ ഭാഗത്ത് വെച്ചിട്ട്, അപ്പോൾ അതൊന്ന് വൈഡായിട്ട് വന്നോളും. ഇപ്പോൾ ഇതിന് ഇനി വെയിലിനും പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്നൊരു ഏരിയയാണ്. കാരണം ഈ ഭാഗത്ത് ഒരു 2 മണി വരെ, ചെരിഞ്ഞു പോയാൽ പോലും 2 മണി വരെ വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ചെടിയുടെ അടുത്ത അഡ്വൈറ്റ്സൊക്കെ ഈ സമയം കിട്ടുമ്പോൾ ചെയ്യാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.